നീ നിന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചിറക്ക്. എന്നാന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവും. നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്ക് അങ്ങ് മനസ്സിലായിക്കോളൂ കേട്ടോ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തികരമായിട്ട് വല്ലതും വന്നാലേ നമ്മുടെ കയ്യിലാണ് അതിന്റെ സൃഷ്ടിച്ചിരിക്കുന്നത്. കട്ട് ചെയ്യാൻ പഠിക്കണം. അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത്? കരണക്കുറ്റിക്ക് തല്ലില്ല. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്ക ചേച്ചി മാത്രമുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഞാൻ അതുൽ, നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് അല്ലെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാര്, അതിൽ സ്ത്രീകളോടാണ് എനിക്ക് ഈ ചോദ്യം. നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിങ്ങളടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഹായ്, ഐ എം അതുൽ, நீ எவ்வளோ அழகு, எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு, நான் இந்த உலகத்தில் பார்த்ததுல ரொம்ப அழகான பொண்ணு நீ, எனக்கு உன் மேல காதல், அப்படியே காதல் പൊങ്കിട്ട് പോറ, നീ എന്നെ തിരുമ്പി കാതലിക്കുമാ എന്ന് കേട്ടാ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, വേണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. റിജക്ട് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും. അറിയാം, എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനും പെൺകുട്ടികളുണ്ടോ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം അതാണ്. അതായത് നാളെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നു, അത് ചിലപ്പോൾ എന്റെ ഉദ്ദേശം മറ്റേതായിരിക്കാം, അല്ലെങ്കിൽ ട്രൂ ലവ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ മോശമായി പെരുമാറാണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ക്രഷാണ്, ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ എടുത്തിട്ട് എന്നെ നാറ്റിക്കാൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്റെ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്കത് അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അല്ലാണ്ട് അവൻ എന്നോട് അതിൽ വ്ളാക്സ് അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, കഴിപ്പണം കെട്ട നാറി, അവനെ ഇന്ന് നാട്ടിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് അവന്റെ ഇത് എടുത്ത് നാട്ടുകാരെ കാണിക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ, വളരെയധികം ഒരു ചെറ്റത്തനമല്ലേ അല്ലേ? ഞാനിപ്പോ നിങ്ങളടുത്ത് സെക്ഷുവലായിട്ട് എന്തെങ്കിലും മോശമായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. അവൻ അപരാധിയാണ്, അവൻ പച്ച അപരാധാണ് എന്റെ അടുത്ത് വിളിച്ചു വന്നത്, എന്റെ മറ്റേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാം. അല്ലാതെ ഞാൻ മാന്യമായിട്ട് ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, അവിടെ പ്രശ്നം തീർന്നു അല്ലേ? ചുരുക്കി പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിൽ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ജസ്ന സലീമിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗുരുവായൂർ അമ്പലനടയിൽ ഇത്രയും വിപ്ലവം ഉണ്ടാക്കിയ വേറെ ഒരു കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല. റീച്ചിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ് ഗുരുവായൂർ അമ്പലനടയിൽ അറ്റം വരെ പോയി സീൻ കാണിച്ച് അവസാനം ഏറി കയറി കേസായി പുതിയ നിയമം വരെ വന്ന് അവസാനം നാറി ഇനിയിപ്പം ഗുരുവായൂർ അമ്പലനടയിൽ റീൽസ് എടുക്കാൻ പാടില്ലെന്നുള്ള അവസ്ഥ വരെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏറി കിടന്ന് കറങ്ങുവാണ്. ഒരു മനുഷ്യ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനില്ല. ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികളും വലിച്ചീറി ഒട്ടിച്ച്, ഞാൻ അടക്കം വലിച്ചീറി ഒട്ടിച്ച് പഞ്ചറൊട്ടിച്ച് അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു സംഭവമായിട്ട് ജസ്ന സലീം രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ കോണ്ടാക്ട് നമ്പർ തന്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആവശ്യമുള്ളവർക്ക് മറ്റേ ഫോട്ടോ, കൃഷ്ണന്റെ ഫോട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിൽ കയറിയിട്ട് കുറെ ആൾക്കാർ ജസ്റ്റിനെയും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ പ്രപ്പോസ് ചെയ്യാണ്. എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപരാധമായാൽ കൂടി ഈ ഒരു രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പച്ച അപരാധം വിളിച്ച് നീ വടി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നെങ്കിൽ ജസ്റ്റിനെ കാണിക്കുന്നില്ല, ഓക്കെ എന്ന് പറയാം. അല്ലാണ്ട് ഈ ജസ്റ്റിനെ എന്തേടെ സ്ഥിരം കാണിക്കുന്നത്? അവരെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അത് പുരുഷന്മാരെ വിളിച്ചിട്ട് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ക്രഷാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടക്കം എടുത്ത് നാട്ടുകാരെ കാണിച്ചും കൊണ്ട് അവരെ നാറ്റിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ സ്വയമേ വെളുക്കാൻ വേണ്ടിയിട്ട് അവരെ കരിവാരി തേക്കപ്പെടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എനിക്കാണെങ്കിൽ വെറും പുച്ഛമാണ് നിങ്ങളോട് തോന്നുന്നത്. പിന്നെ ഇവരടുത്തൊക്കെ ഇഷ്ടം പറയാൻ മാത്രം ആരടാ ഇത്രയും ഗതികെട്ട് കിടക്കുന്നതെന്ന് ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, ജസ്ന സലീം എന്താ ലുക്കില്ലെന്ന്? ലുക്കിലല്ലടാ കാര്യം, കുണത്തിലാണ് കാര്യം. ഈ കുണമൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുവാടാ? എന്തായാലും ഒരു അരിവെന്ന് കേട്ടു നോക്കാം. ഓരോ പാവങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ വോയിസുകൾ ജസ്ന സലീം പുറത്തു വിട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പാക്കാം. പറഞ്ഞോളൂ. സംസാരിക്കാൻ താല്പര്യമില്ലേ? ഞാൻ എന്തിനു താങ്കളോട് സംസാരിക്കണം? വീഡിയോ കാണാറുണ്ട്. ഓക്കെ, എന്റെ വീഡിയോ അനേക ആൾക്കാർ കാണുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞോളൂ, എന്താ സംസാരിക്കാൻ താല്പര്യമുള്ള കേൾക്കാം ഞാൻ. അങ്ങനല്ല, ഞാന് എങ്ങനല്ല? എനിക്ക് തന്നെ ഇഷ്ടമാണ്. അതെയോ? എത്രത്തോളം ഇഷ്ടം? ഒരുപാട്. ഒരുപാട് എന്ന് വെച്ചാല്
ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരുപാടിനൊരു കണക്കില്ലേ? ആ, കാക്കത്തൊള്ളായിരം ഇഷ്ടമെന്നൊക്കെ പറയും പോലെ ആ ഇഷ്ടം എത്രയാ? അല്ല, അതിനേക്കാൾ കൂടുതല്. ആണോ? വീട്ടില് ഭാര്യ ഉണ്ടോ? ഇല്ല. അമ്മയുണ്ടോ? ഉണ്ട്. അമ്മനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അമ്മയെ ഇഷ്ടമാണെന്ന്? എന്റെ പൊന്ന് ജസ്ന സലിമെ, അമ്മേരടുത്ത് തോന്നുന്ന ഇഷ്ടവും നിന്നോട് തോന്നുന്ന ഇഷ്ടവും രണ്ടും ഒന്നാണ്. നിനക്ക് വിവരമില്ലേ? എന്തോന്നടേ പണി വെച്ചെടുക്കേ? ഒരാള് വളരെ മാന്യമായ രീതിയിൽ വിളിച്ച് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഭാര്യ ഉണ്ടോന്ന് ചോദിച്ചു, ഭാര്യ ഇല്ലെന്ന് പറഞ്ഞു. അടുത്ത് അമ്മയുണ്ടോന്ന് ചോദിച്ചു, അമ്മയുണ്ടെന്ന് പറഞ്ഞു. അമ്മയോടുള്ള ഇഷ്ടമായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ്. നിനക്ക് സാമാന്യ ബോധമല്ലേ? നീ കാണിക്കുന്ന നല്ല ഒരു പ്രവൃത്തിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് വളരെ മാന്യമായിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിൽ നിനക്ക് പറ്റൂല, റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്കുക. പിന്നെ ഒരുപാട് തവണ വിളിച്ച് ശല്യം ചെയ്യുന്നു ഉണ്ടെന്നും നീ പറഞ്ഞിട്ടുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് അങ്ങനെ സംസാരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥിതിക്ക് നിനക്ക് അയാളുടെ ഇഷ്ടം അങ്ങോട്ട് പിടിക്കുന്നില്ലെങ്കിൽ നീ ബ്ലോക്ക് അടിച്ച് കളയുക. ഇപ്പൊ നിന്റെ അടുത്ത് മോശമായിട്ട് വളരെ വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ സെക്ഷുവൽ സാധനങ്ങൾ അടക്കി സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് കേസ് കൊടുക്കാൻ മുന്നോട്ട് പോവുക, വലിച്ചു കീറാം. അല്ലാണ്ട് വളരെ മാന്യമായിട്ടൊക്കെ സംസാരിച്ച് ഈ വ്യക്തിക്ക് എന്തിനാണ് നീ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് ഈ ഒരു ചീഞ്ഞ പരിപാടി കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കത് യോജിപ്പില്ല കേട്ടോ, യോജിപ്പില്ല. നാളെ ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇതുപോലെ ഒരു ചെയ്ത്ത് പരിപാടി എന്നോട് കാണിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ വിചാരിക്കും അവൻ കോഴിയാണ്, അവൻ വെറും നാറിയാണ്, അവൻ പടവലങ്ങയാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേജ് എന്തിനാണ് ജസ്ന ഇങ്ങനെ ഉണ്ടാക്കുന്നത്? നിനക്ക് റീച്ച് ആവശ്യമാണ്, നിനക്ക് നെഗറ്റീവ് ഉണ്ട്, അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ചീഞ്ഞ പരിപാടിയാണ് കാണിക്കുന്നത്. അശ്ശീ, എനിക്ക് പുച്ഛമാ തോന്നിയത് ഇത് കണ്ടപ്പോ. എനിക്ക് പുച്ഛം, വെറും പുച്ഛം മാത്രം ഇങ്ങനെ ഒഴുകുവാൻ തിഴഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട്. ബാക്കിയൊക്കെ തീർച്ചയായിട്ടും. ആണോ? അമ്മയുടെ നമ്പർ തരാൻ പറ്റുമോ? നമുക്ക് നമ്പറില്ല. നമുക്ക് നമ്പറില്ല. എന്നാലേ ഈ നമ്പർ ഇവിടെ ഇറക്കിയിട്ട് കാര്യമല്ല, ഇറക്കിയിട്ട് ഒരു കാര്യമില്ലാത്തൊരു സംഭവമാണ്. നീ നിന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചിറക്ക്. എന്നാന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവും. നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കങ്ങ് മനസ്സിലായിക്കോളൂ കേട്ടോ. നിന്റെ വീട്ടിൽ കിടക്കുന്ന തീർന്നു. വീട്ടിൽ കിടക്കുന്ന എന്റെ അമ്മ പോയി വിളിയടാ എന്നുള്ള രീതിയിലായി ജസ്ന സലിം. എന്റെ പൊന്ന് ജസ്റ്റിന് നീ കാണിക്കുന്നത് വെറും ഊളപ്പരിപാടിയാണ്. വളരെ മാന്യമായിട്ട് വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയെ ഇങ്ങനെ നാറ്റിച്ച് താറടിച്ച് കെട്ടിയിട്ടും അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ചിട്ട് നീ സംസാരിക്കുന്നത് എനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല. അപ്പൊ പറയും, ഓ അവന്മാരുടെ ഉദ്ദേശം അതല്ല, മറ്റേത് തന്നെയാണെന്ന്. എന്ത് മറ്റേതായാലും അങ്ങനെ സംസാരിച്ച മാന്യമായിട്ട് സംസാരിച്ച നിനക്ക് ഇഷ്ടമാണെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് ബ്ലോക്ക് അടിച്ച് കളയുക. നീ എന്തിനാണ് പിന്നെയും ഈ കോളുകൾ വീണ്ടും വരുന്നതൊക്കെ എടുക്കുന്നു, സംസാരിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, കണ്ടന്റ് ആക്കുന്നു നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിപ്പോ കുറെ പേര് ചിലപ്പോൾ വിചാരിക്കും, ഓ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നപ്പം അതില് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. എന്റെ പൊന്നിടാവ്, ഞാൻ ആണിനായാലും പെണ്ണിനായാലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് ഒരു ജെൻഡർ സാമാനം എടുത്ത് ഞാൻ വയ്ക്കാണ്ട് ഞാൻ സംസാരിക്കും. ഇവിടെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ഇതിപ്പോ എന്നാ പരിപാടി കാണിച്ചാൽ ഞാനിപ്പോ നാളെ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് ഇതുപോലെ എടുത്ത് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർന്നില്ലേ? അപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നാൻ പാടില്ലേ? വളരെ മാന്യമായിട്ട് അത് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പാടില്ലേ? അപ്രോച്ച് ചെയ്യാൻ പാടില്ലേ? എന്തോടെ ഇതെന്തോന്നേ വെള്ളരിക്ക പെട്ടെന്നാ ജീവിക്കുന്നത്? എന്നതാ പണി വെച്ചെടുക്കേ? അയ്യേ ജസ്റ്റിന് ഇത്രയും നിനക്ക് ഉള്ള നെഗറ്റീവ് മാറ്റിയെടുത്ത് നിന്നെ വെളുപ്പിക്കാനാണ് നീ നോക്കുന്നതെങ്കിൽ ഇത് വെറും തൊട്ടിപ്പരിപാടിയാണ്. ഇപ്പൊ ജസ്ന സലീമിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ കോൾ റെക്കോർഡ് മാത്രം. എന്തോന്നില്ല, അവിടെ ഇപ്പൊ കണ്ണന്റെ ഫോട്ടോ ഒന്നുമില്ല, മൊത്തം കോൾ റെക്കോർഡ് മാത്രം. ഡെയിലി വിളിക്കുന്നവന്മാരെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത്രയും കിഴങ്ങന്മാർ എവിടെയാടാ കിടക്കുന്നത്? ഇത്രയും കോൾ റെക്കോർഡുകൾ പുറത്തു വന്ന് അത് അവളുടെ പേജിൽ കണ്ടിട്ട് ഇവന്മാർ വീണ്ടും വിളിക്കുന്നുണ്ട്, വീണ്ടും ഇവന്മാർ മണ്ടബുദ്ധിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പോട്ട് വേറെ ആരെയും കിട്ടിയില്ലടാ നിനക്കൊക്കെ, ആരെയും കിട്ടിയില്ലേ? ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്, വേറെ ആരെയും കിട്ടിയില്ല. ജസ്ന സലീമിൽ തന്നെ പോയി വന്നിരിക്കുകയാണ്. അയ്യടാ പണി വെച്ചിരിക്കെ. ഇനി വേറെ കോൾ റെക്കോർഡും കൂടി കൊടുക്കാം, നമുക്ക് ഒന്നുകൂടി കണ്ടിട്ട് ഐശ്വര്യമായിട്ട് പോവാം. എനിക്കിഷ്ടായി. ആണോ? പലർക്കും പല രീതിയാണല്ലോ. ആണോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് കല്യാണം ആലോചിക്കാം. അയ്യോ, ആര്? ഞാനോ? ഞാൻ നിന്റെ അച്ഛനാണ് സത്യം, ഞാൻ കല്യാണം കഴിച്ചില്ല. എന്റെ അച്ഛനാണ് സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളുടെ അച്ഛനെ വിളിച്ച് സത്യം പറയും. അങ്ങനല്ലല്ലോ, ഞാൻ ഇയാള് എന്നെ സ്നേഹിക്കുന്നുണ്ടെ ഞാൻ ഇയാളുടെ അച്ഛനല്ലേ പറയേണ്ടത്? അയ്യോ,
ഇന്നലെ വീഡിയോ കണ്ടപ്പോ ഒരു ക്രഷ് തോന്നി. ആ ലോജിക്ക് എനിക്ക് അങ്ങോട്ട് പിടിയിട്ടില്ല. അയാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാ അയാളുടെ അച്ഛനെ കൊണ്ട് സത്യം ആ ലോജിക്ക് പിടിയിട്ടില്ല. പൊട്ട് അവന് കണ്ടപ്പോ ഒരു ക്രഷ് തോന്നി എന്ന് പറഞ്ഞു, അവൻ അത് തുറന്നു പറഞ്ഞു. നിന്റെ അടുത്ത് മറ്റത് മറിച്ചതൊന്നും അവൻ മോശമായിട്ടൊന്നും പറയുന്നത് ഞാൻ കണ്ടില്ലേ കോളില്. പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഓരോരുത്തരെ നാട്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്? വളരെ മോശമല്ലേ? സ്വയമേ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടേ മനുഷ്യന്റെ ഉളുപ്പ്. നീ നാറി കിടക്കുന്നത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യോ എന്നെ ഇങ്ങനെ ഇത്രയും ആണുങ്ങൾ വിളിച്ച് ശല്യം ചെയ്യുന്നു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ജസ്ന സലീമേ, കൊള്ളാം കൊച്ചിന്റെ ഓരോരോ കുർസറുകൾ. ആണോ? ആണല്ലേ? അപ്പൊ അമ്മനെ കാണാൻ എങ്ങനെയുണ്ട്? അല്ല, എന്റെ അർത്ഥത്തിലെ തന്നെ ഞാൻ വിശ്വസിക്കാൻ പബ്ലിക്കായിട്ടൊരു വീഡിയോസ് ഇട്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തേക്കുന്നത്. അതെയോ? തന്നെ അമ്മേനെ കാണാൻ സുന്ദരിയാണോ? ഒന്ന് പറഞ്ഞ് രണ്ട് ഇപ്പോൾ അമ്മയ്ക്കാണല്ലോ വിളിക്കണേ. എന്റെ പൊന്നടാവേ, അമ്മയ്ക്കെങ്ങാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നാര മോളെ നീ ആരെന്നാണ് നിന്റെ വിചാരം? അയ്യേ, ഇവന്മാര് എന്തുകൊണ്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ വരണം എന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. എനിക്ക് പിടികിട്ടണല്ലേ. അയ്യോ, ചിലപ്പോൾ ഇവന്മാരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും, മറ്റേതായിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഇവളെ കുറിച്ചൊക്കെ അറിയാലോ, കെട്ടിയതാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവളെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ലോണം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവന്മാര് വരുന്നത് ആ ഉദ്ദേശത്തായിരിക്കും. എന്നാൽ കൂടി അവന്മാര് മാന്യതയോട് കൂടിയാണ് പെരുമാറുന്നത്. ഇനി നീ എങ്ങാണ്ട് വശപ്പശക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവന്മാര് വരാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവന്മാരുടെ പെരുമാറ്റം. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം അവന്മാര് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി എങ്ങാണ്ട് നീ റൂട്ടിട്ട് താല്പര്യ കക്ഷിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന്മാർ ആ രീതിയിലോട്ട് സംസാരിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാണ്ട് നിന്നെ കെട്ടി ജീവിച്ചു കൂടെ അടിപൊളിയായിട്ട് ഒരു കുടുംബജീവിതം നടത്താനൊന്നും അല്ല അവന്മാര് വരുന്നത്. അവന്മാരെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. പക്ഷെ അവന്മാര് മാന്യമായിട്ടാണ് സംസാരിച്ചത്. നിനക്ക് പറ്റുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. അല്ലാണ്ട് നിന്റെ അടുത്ത് മോശമായിട്ടൊന്നും മറ്റോ ചെയ്യാമോ അങ്ങനെയൊന്നും അവന്മാര് ചോദിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് നിനക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ചീഞ്ഞ പരിപാടി കാണിക്കേണ്ട ഒരു കാര്യവും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ചോദിച്ചതാ. അല്ല, നാട്ടിലുള്ള പെൺപിള്ളേരെയൊക്കെ നിനക്ക് സുന്ദരിയായിട്ട് തോന്നുമ്പോ നിന്റെ അമ്മേനെ സുന്ദരിയായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിട്ട്. എന്റെ പൊന്നു ജസ്റ്റിനെ, നാട്ടിലുള്ള പെണ്ണുങ്ങളെ കാണുന്ന പോലെയാണോ സ്വന്തം അമ്മയെ കാണുന്നത്? നിനക്ക് അമ്മയും പെണ്ണുങ്ങളെയും നാട്ടിലുള്ളവരൊന്നും തിരിച്ചറിയത്തില്ലേ? ഇതെന്ത് വർത്തമാനാ പറയുന്നത്? സ്വന്തം അമ്മയെ കാണുന്ന പോലെയാണോ മറ്റുള്ള പെൺകുട്ടികളെ കാണുന്നത്? അല്ലെങ്കിൽ സ്വന്തം അമ്മയും പെങ്ങളെയും കാണുന്ന പോലെയാണോ മറ്റൊരു സ്ത്രീയെ കാണുന്നത്? എന്തോന്ന് വേറെ കേട്ടറേ വിളിച്ച് പറയുന്നത്? നമ്മൾ കെട്ടുന്ന ഭാര്യയെ അമ്മയെ ഒരേപോലെ കാണാൻ പറ്റും? ഇല്ലല്ലോ. എന്ത് വിവരക്കേടിന്റെ ഒരു പീക്ക് ലെവൽ കൊടുമുടിയും കൊണ്ട് നടക്കുകയാണ്. എവിടെ നിന്നാ ഇതൊക്കെ പൊട്ടി മുളച്ചെണീറ്റ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, ആണോ? നീ അത്രക്ക് സുന്ദരനാ? എന്നാലേ നായിന്റെ മോനെ, നീ വിളിക്കുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ ഇട്ടിക്ക് എന്ന് വിചാരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് ശാലീന സുന്ദരിയാണ് ഇടക്ക്. ഞാൻ പറയുന്നത് കേക്കടാ, കേട്ടുക്കോ? ഞാൻ പറയുന്നത് കേട്ടാ മതി, നീ ഇങ്ങോട്ട് ചെലക്കാൻ വരണ്ട. എന്ത് പിന്നേന്ന്? ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ ഇട്ടത് ഫോട്ടോക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിന്നെ പോലുള്ള കോഴികൾക്ക് ശാലീന സുന്ദരിയാണ് ഉണ്ടാക്കാനല്ല. എടാ, നിന്റെ നമ്പർ സഹിതം ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്ന നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ എന്താണ് വിചാരിച്ചത്? എല്ലാ പെണ്ണുങ്ങളും നിന്റെ അമ്മനെ പോലെയാണെന്ന് വിചാരിച്ചോ? നീ വെക്കണ്ട. നീ എന്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്. നിന്റെ നമ്പർ സഹിതം ഞാൻ ഡീറ്റെയിൽ അങ്ങ് കൊടുത്തോളാം കേട്ടോ. അല്ലടാ, നിന്റെ അമ്മേന്റെത് പോയി ചോദിക്ക്, എന്റേത് ചോദിക്കാണ്ട്. ഇവളെന്ത് തേങ്ങയാ പറയുന്നത്? എന്തെങ്കിലും അമ്മേന്റെ ചോദിക്കും, നിനക്ക് പറ്റൂല കട്ട് ചെയ്ത് വിട്ടാ പോയി. എന്തിനാണ് ഇതെല്ലാം ഇരുന്ന് കേട്ടും കൊണ്ട് അവന്റെയൊക്കെ കാക്കൂക്കി എന്ന് പറയുന്നതും കേട്ടും കൊണ്ട് ഇരുന്നിട്ട് അവസാനം കൂന്ന് പറഞ്ഞും കൊണ്ടുവരുന്നത്? ഇത് സ്ഥിരം പരിപാടി. ഇപ്പൊ ഓരോ കോൾ റെക്കോർഡ് ചെയ്യുക, എടുത്തിടുക, സ്വയമേ വെളുപ്പിക്കാൻ ശ്രമിക്കുക. എനിക്കത് യോജിപ്പില്ല കേട്ടോ. ഇവർക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്ന ഒരു പൊറാട്ട നാടകമാണ്. മാറത്തില്ല മോളെ, മാറത്തില്ല. ഇതൊക്കെ തൊട്ടി പരിപാടിയാണ് കാണിക്കുന്നത്. ഇത് നാളെ എനിക്കും ഈ അനുഭവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. വേറൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോൾ ആരുടെ ഇഷ്ടം തോന്നി ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്താൽ ഞാൻ വഴിക്ക് അങ്ങ് പോകും. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ വഴിക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അതാണ് അതിന്റെ ഒരു രീതി. ചിലപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം കൂടി പ്രപ്പോസ് ചെയ്യും, 1-2 പ്രാവശ്യം കൂടി വിളിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ പച്ച അപരാധമൊന്നും വിളിച്ച് പറയാൻ പോകുന്നില്ല. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്താൽ ചിലപ്പോൾ 2 പ്രാവശ്യം കൂടി പറയും ഇഷ്ടമാണെന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല.
അല്ലാണ്ട് ഇമാതിരി പട്ടി ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഏത് പെൺകുട്ടിയായാലും ഇപ്പൊ ഞാൻ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഹായ് നീ അവളോ അഴക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്താൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അല്ലാണ്ട് ചുമ്മാ മറ്റേ കഞ്ഞി പരിപാടിയൊന്നും ഇറക്കേണ്ട ഒരു കാര്യവുമില്ല. തീട്ട പരിപാടികളും കാണിച്ചുകൊണ്ട് നടക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ പ്രിയങ്ക ചേച്ചി പറയുന്നതൊന്ന് കൊടുത്തു നോക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് സ്നേഹമായിട്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും, പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട്. ആ ആർജവ സ്ത്രീകൾക്ക് വേണം. ഇഷ്ടമുണ്ടോ നിങ്ങൾ പോയിക്കോ. ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിലുള്ളതാ. അതൊന്നും ആർക്കും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. ഈ സ്ത്രീയായി ഞാൻ സ്നേഹിക്കുന്നത് ചിലപ്പോൾ പാട്ടായിരിക്കും, പൂക്കളയായിരിക്കും. പ്രേമവും സ്നേഹമൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക. അതല്ലേ ശരി. നിങ്ങൾ ആണുങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ടുള്ളത്? ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലേ സംസാരിക്കുള്ളൂ. ഈ നമ്പർ ആകാശത്ത് മഴത്തുള്ളി പോലെ വീഴുന്നതല്ല, ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ? കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തികേടായിട്ട് വല്ലതും വന്നാലേ നമ്മുടെ കയ്യിലാണ് അതിന്റെ സ്വിച്ച് ഇരിക്കുന്നത്. കട്ട് ചെയ്യാൻ പഠിക്കണം. അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത്? കരണക്കുറ്റിക്ക് തല്ലില്ല വേണ്ടേ പെണ്ണിന്? വേണ്ടേ? ഞാൻ ആ അഭിപ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ ആളുകൾ കുറ്റം ചെയ്യുന്നവരുണ്ട്, അവരെ ശിക്ഷിക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ പറയാതെ തോന്നുമ്പോൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ എനിക്ക് യാതൊരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട്, ഇല്ലേ? മക്കൾ വളർന്നു വരുന്നുണ്ട്, ഭാര്യയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത പുരുഷന് എത്ര അനുഭവിക്കും. നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി ആകെ ശബ്ദിക്കുന്ന പ്രിയങ്ക ചേച്ചിയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സത്യം, അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലേ? ജസ്ന സലീമിനെ പോലുള്ളവർക്കുള്ള നല്ല കുറുക്കി കൊള്ളുന്ന മറുപടി തന്നെയാണ് അവർ കൊടുക്കുന്നത്. ഇത്തരം മറുപടികളൊന്ന് കാണുന്നത് ജസ്ന നല്ലതായിരിക്കും കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ആരെങ്കിലും വിളിച്ചെന്ന് വെച്ചും പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചും കൊണ്ട് എല്ലാം കൂടി എടുത്ത് നാട്ടുകാരെ കാണിച്ച് അവനെ നാണം കെടുത്തി നിനക്ക് പറ്റൂല റിജക്ട് ചെയ്ത് വിട്ടാൽ പോരെ? നീ അവന്റെ അമ്മയ്ക്ക് വിളിക്കുന്ന എന്തിനാണ്? നിന്റെ അമ്മയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്ത് മോശമായിട്ട് നീ പെരുമാറിയോ? ഇല്ല, മോശമായിട്ട് പെരുമാറിയ കോളാണെങ്കിൽ ഓക്കെ, നീ അമ്മയ്ക്ക് വിളിച്ചോ. അല്ലാണ്ട് നീ ചുമ്മാ ഒരാളുടെ അമ്മയ്ക്ക് കയറി വിളിക്കുക, നിന്റെ അമ്മ സുന്ദരിയല്ലേ അപ്പൊ നീ സുന്ദരിയല്ലേ? അങ്ങനെയൊക്കെ വളരെ മോശം ജസ്ന. ഇതൊക്കെ നിന്റെ നെഗറ്റിവിറ്റി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീട്ടമാക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.